തൃശ്ശൂരിലെ തോൽവിയുടെ പശ്ചാത്തലത്തിൽ അതിൻ്റെ ഒരു ടെൻഷനിൽ കഴിയുന്ന കെ മുരളീധരനെ അനുനയിപ്പിക്കാൻ പല ശ്രമങ്ങളും നടന്നെങ്കിലും അദ്ദേഹം കൂട്ടാക്കിയിട്ടില്ല. KPCC സ്ഥാനം വരെ ഒഴിഞ്ഞു തരാമെന്നുള്ള സുധാകരൻ്റെ ഓഫറും അദ്ദേഹം സ്വീകരിച്ചിട്ടില്ല. അതുപോലെ തന്നെ അദ്ദേഹം മാധ്യമങ്ങളെ കാണാനോ 24-ന് അദ്ദേഹം ഒരു അഭിമുഖം നൽകി അതിനിടയിൽ. അതല്ലാതെ അദ്ദേഹം കൂടുതൽ മാധ്യമങ്ങളുമായിട്ട് സംസാരിക്കാനോ അല്ലെങ്കിൽ അഭിമുഖം നൽകാനോ അല്ലെങ്കിൽ മറ്റ് നേതാക്കന്മാരുമായിട്ടോ അല്ലെങ്കിൽ മറ്റു ആളുകളുമായിട്ടോ അണികളുമായിട്ടോ ഒന്നും സംസാരിക്കണമെന്ന് അദ്ദേഹം കൂട്ടാക്കിയിട്ടില്ല. പക്ഷേ മിനിയാന്ന് തൃശ്ശൂർ DCCയിൽ നടന്ന അദ്ദേഹത്തിൻ്റെ അനുകൂലികളും അല്ലാത്തവരുമായിട്ടുള്ള ഒരു സംഘർഷമൊക്കെ DCC ഓഫീസിലെ സംഘർഷമൊക്കെ നമ്മൾ കണ്ടതാണ്. അതുപോലെ തന്നെ ഇപ്പോൾ കോഴിക്കോട് ഇന്ന് ഒരു ബോർഡ് പ്രത്യക്ഷപ്പെട്ടിരിക്കുകയാണ്. 2-3 സ്ഥലങ്ങളിലായിട്ട് CH സംരക്ഷിക്കാനായാണ് മതേതരത്വത്തിനായി അചഞ്ചലമായി നിലനിൽക്കുന്നതിന്റെ പേരിലാണ് ഇന്ന് നിങ്ങൾ പോരാട്ട ഭൂമിയിൽ വെട്ടേറ്റ് വീണത്. നയിക്കാൻ നിങ്ങളില്ല എങ്കിൽ ഞങ്ങളും ഇല്ല എന്നുള്ളതാണ് ഈ സന്ദേശം നൽകുന്നത്. അതായത് തൃശ്ശൂരും ഒക്കെ നിങ്ങൾ വന്നത് ഈ പ്രസ്ഥാനത്തെ അതുപോലെ തന്നെ അതിലെ അണികളെയും ഒക്കെ വിശ്വസിച്ചുകൊണ്ടാണ്. അപ്പം നിങ്ങൾ ഈ ധൈര്യപൂർവ്വം വന്നതുകൊണ്ടാണ് നിങ്ങൾ വെട്ടേറ്റ് വീണത്. അതുകൊണ്ട് നിങ്ങളില്ലെങ്കിൽ ഞങ്ങളുമില്ല എന്ന് അവസാനമായി പറയുന്നു എന്നൊക്കെ പറഞ്ഞിട്ടുള്ളൊരു ഫ്ലക്സാണ് കോഴിക്കോട് പ്രത്യക്ഷപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ എന്തായിരുന്നാലും ഇനിയിപ്പോൾ ഇതിന് ശേഷം മുരളീധരൻ്റെ ഈ ഒരു മനോഭാവം ഏത് രീതിയിൽ ഉണ്ടാവും എന്നുള്ളത് നമുക്കൊന്ന് കണ്ടറിയേണ്ടിയിരിക്കുന്നു.